നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ള ജൂനിയർ HR അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 6 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സാണ് career@xmind.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ CV അയക്കേണ്ടത്. മറ്റുള്ള വിവരങ്ങൾക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെക്നോ പാർക്കിൽ നോക്കുന്ന ജോബുകൾ ഏതൊക്കെയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം. ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലേക്കാണ്. വി ആർ സീക്കിങ് ഡൈനാമിക് ആൻഡ് ഓർഗനൈസ്ഡ് ജൂനിയർ HR അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. ഫ്രണ്ട് ഡെസ്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യം. അതിൽ HR-നെ സപ്പോർട്ട് ചെയ്യുന്ന വർക്കുകൾ കൂടി അതിലുണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വെൽക്കം അസിസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് എന്നാണ്. വിസിറ്റേഴ്സിനെയൊക്കെ വെൽക്കമിന് അസിസ്റ്റ് ചെയ്യുക. അതുപോലെ കാൻഡിഡേറ്റ് പ്രൊഫഷണലിയാണ് നമ്മൾ ആ ജോലികളൊക്കെ ചെയ്യേണ്ടത്. മാനേജ് ഇൻകമിങ് കാൾ ആൻഡ് ഇമെയിൽസ് ആൻഡ് ക്യൂറീസൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ അറിയാലോ, നമുക്ക് ചോദ്യങ്ങൾ വരും, പിന്നെ ഇമെയിൽസ് വരും, ക്വറീസ് വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അസിസ്റ്റ് ഷെഡ്യൂളിങ് ഇൻ്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. പോസ്റ്റിംഗ് ജോബ് ഓപ്പണിങ്സ് ആൻഡ് കോർഡിനേറ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡ്ലിങ് ജോബ് അപ്ലിക്കേഷൻസ്, അങ്ങനത്തെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അതായത് HR-ൻ്റെ വർക്ക് കൂടി ഇതിൽ വരും. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് മാത്രമല്ല, HR-ൻ്റെ വർക്ക് കൂടി നമുക്കിതിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് HR ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് യോഗ്യതയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. യോഗ്യത നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ HR അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ റിലേറ്റഡ് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ല് വേണം. അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രൊആക്റ്റീവ് അപ്രോച്ച് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വിത്ത് എബിലിറ്റി ടു ടേക്ക് ഇനീഷ്യേറ്റീവ്. പിന്നെ പ്രൊഫഷ്യൻസി ഇൻ MS Office ആൻഡ് HR സോഫ്റ്റ്വെയർ. നല്ല പ്രൊഫഷ്യൻസി MS ഓഫീസിലും കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. പിന്നെ HR സോഫ്റ്റ്വെയറിലൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് 0 to 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. 0 എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷത്തിനുള്ളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോബുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒഴിവുകൾ അപ്പോൾ കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.